ഫീസ എന്ന് പറയുന്ന ഒരു ഉമ്മ ആ ഉമ്മ എന്റെ പ്രിയപ്പെട്ടവരെ പ്രായമായപ്പോ സുബ്ഹാനല്ലാഹ് എവിടെയോ ഹിമാലയയിലോ എവിടെയോ അത് കാണാൻ വേണ്ടി പോയി ഭർത്താവ് മരിച്ചു ഉമ്മയാണ്. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ നഫീസ എന്ന് പറയുന്ന ഉമ്മ അവിടെ പോയി ഹിമാലയം പർവ്വതത്തിൽ എവിടെയുണ്ട് കാണാൻ പോയി. അവിടെ ചെന്നിട്ട് ഈ മഞ്ഞൊക്കെ ഇങ്ങനെ വാരിയിട്ട് കാണാൻ പോയതല്ല പ്രശ്നം. അവിടെ പോയി മഞ്ഞ് വാരി മേത്തിട്ടതും അല്ല പ്രശ്നം. കൂടെ യാത്ര ചെയ്തവരും അല്ല പ്രശ്നം. ഇത് അവിടെ ചെന്നിട്ട് ഈ പ്രായമായിട്ടുള്ള ഉമ്മ ഇത് റീൽസ് ആക്കി ചിത്രീകരിച്ചിട്ട് ഖദീജുമ്മ ഹാജർ ഫാത്തിമ ഹാജർ എന്നിട്ട് എന്ത് ചെയ്തു, ഒരു വീഡിയോ എന്ത് ചെയ്തു, റീൽസ് ആക്കിയിട്ട് എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇറക്കി. ഇതിനെതിരെ ഒരു സാധുവായ ഉസ്താദ് പ്രസംഗിച്ചപ്പോ ആ ഉസ്താദിനെ തേജാവധം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പെണ്ണുങ്ങളും കുറെ മുസ്ലിമീങ്ങളും കുറെ ദീനില്ലാത്ത കുറെ ചങ്ങാതിമാര് വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഉസ്താദിനെ തേജോവധം ചെയ്യണ കാലം. ആ ഉസ്താദ് എന്താ പറഞ്ഞേ, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ലജ്ജ എന്ന് പറയുന്നത്. അല്ലെ ലജ്ജ ഔറത്ത് എന്ന് പറയുന്നത്. പ്രായമുള്ള ഉമ്മയാണെങ്കിലും ചെറുപ്പക്കാരിയാകണ ദാത്തയാണെങ്കിലും കല്യാണം കഴിച്ചവളോ കല്യാണം കഴിഞ്ഞവളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്തെന്ന് പറയണേ, ലജ്ജ എന്ന് പറയുന്നത്. അല്ലേ ആണ്. ഈ ലജ്ജയും ഔറത്തും ഈ ഔറത്ത് മുഴുവനും കാണിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇടുമ്പോ അത് എത്ര പ്രായമുള്ളതാണെങ്കിലും ഒരു പണ്ഡിതന്റെ ധർമ്മമാണ് എന്തെന്ന് പറയണേ. അതിനെ എന്റെ പ്രിയപ്പെട്ടവരെ എതിർക്കുക എന്ന് പറയണേ. അതിനിപ്പോ ഏത് വാപ്പ വന്നിട്ടാണെങ്കിലും അതിന്റെ അടിയിൽ കമന്റ് ഇട്ടാലും ഇനിയിപ്പോ നാളെ എന്റേത് കട്ട് ചെയ്ത് ഇറങ്ങുമ്പോ അതിന്റെ അടിയിലും വാപ്പാക്കും ഉമ്മാക്കും വിളിക്കാൻ വേണ്ടി ചെറുപ്പക്കാരുണ്ടാവും. അള്ളാഹു കാത്തിരിക്കും മറവട്ടെ. ആ ഉസ്താദ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യണെന്താ, ആ പെണ്ണ് ചെയ്യുന്ന യാത്ര നിങ്ങൾ ചെയ്യണം. യാത്ര ചെയ്യേണ്ടെന്ന് ഇവിടെ ആരും പറയണില്ല. പ്രായമാണെങ്കിലും ചെറുപ്പമാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം. അതുകൊണ്ടാണ് ഷാഫി ഇമാം പോലും പറഞ്ഞത് യാത്ര ചെയ്യണം. യാത്ര ചെയ്താൽ മനസ്സിന് എന്റെ പ്രിയപ്പെട്ടവർ ഒരു വിശാലത, ഒരു സമാധാനം ഉണ്ടാവും. ഞാൻ തമാശ, യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. ഈ പ്രായമുള്ള നഫീസ എന്ന് പറയുന്നു അൽഹംദുലില്ലാഹ് യാത്ര ചെയ്തു. അതിനിവിടെ ഇസ്ലാം എതിർക്കണില്ല. അവിടെ ചെന്ന് മഞ്ഞ് വാരി മേത്തിട്ടു, ഇസ്ലാം എതിർക്കണില്ല. അവിടെ പോയി അൽഫാമോ ബിരിയാണിയോ ആടോ എന്തും കഴിച്ചോ, ഇസ്ലാം എന്റെ പ്രിയപ്പെട്ടവരെ എതിർക്കണില്ല. എന്താണ് ഇസ്ലാം എതിർത്തത്? ഔറത്ത് കാണിച്ചുകൊണ്ട് ഒരു ലജ്ജയും ഇല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ വീഡിയോ എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുമ്പോ ഔറത്തിന്റെ പ്രിയപ്പെട്ടവരെ വെളിവാക്കിയതിനാണ് പണ്ഡിതന്മാർ എന്റെ പ്രിയപ്പെട്ടവരെ എതിർക്കണത്. അല്ലെങ്കിൽ ലജ്ജയില്ലാതെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പുറകിൽ പോയതിനാണ് പണ്ഡിതന്മാർ എന്റെ പ്രിയപ്പെട്ടവരെ എതിർക്കണത്.